സ്വരലയ. എല്ലാവർക്കും നമസ്കാരം. സ്വരലയ അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് പേര് അങ്ങനെ സജഷൻസ് പറഞ്ഞു, അത് ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇനിയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവരുടെയും സഹകരണത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആധാരസ്വരങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആധാരസ്വരങ്ങൾ എങ്ങനെ പാടുന്നു, അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ആധാരസ്വരങ്ങളായ സ പ എന്ന സ്വരങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് നോക്കാം. സ പ അടുത്തത് രാഗം, താളം എന്നീ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് മായ മാളവ ഗൗള രാഗമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. താളം, ആദി താളം. ഞാൻ എൻ്റെ അടുത്തിവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളോടൊക്കെ പറയും, ആദ്യം പഠിക്കുന്ന താളമാണ് ആദി താളം എന്ന്. ശരിക്കും പറഞ്ഞാൽ പുരന്ദരദാസർ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ കുഞ്ഞുങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടി ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത്, ആദ്യം പഠിക്കുന്ന താളത്തിൻ്റെ പേരാണ് ആദി താളം. ആദി താളം. താളം ഇടുന്നത് എങ്ങനെയാണെന്നും താളം ഇട്ട് പാടുന്നത് എങ്ങനെയാണെന്നും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ താളമില്ലാതെ സപ്തസ്വരങ്ങൾ എങ്ങനെ പാടുന്നു നമുക്ക് നോക്കാം. അടുത്തത് സപ്തസ്വരങ്ങൾ. എന്താണ് ഈ സപ്തസ്വരങ്ങൾ? നമ്മൾ അമ്പലത്തിലൊക്കെ സപ്താഹം, സപ്തഋഷി, അങ്ങനെയൊക്കെ സപ്ത എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണിത്. സപ്തസ്വരങ്ങൾ പാട്ട് പഠിച്ചിട്ടില്ല എങ്കിലും എല്ലാവർക്കും അറിയാവുന്നൊരു വേർഡാണ് സപ്തസ്വരം എന്ന് പറഞ്ഞാൽ. സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങളാണ്. ഈ 7 സ്വരങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ സ, രി, ഗ, മ, പ, ധ, നി, സ. സ ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ധ ധൈവതം, നി നിഷാദം എന്നിങ്ങനെ സപ്തസ്വരങ്ങൾ 7 എണ്ണമാണ്. ഇനി ഓരോ സ്വരങ്ങളും നമ്മൾ പാടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ സ, പ എന്നീ 2 സ്വരങ്ങൾക്ക് മാത്രം വ്യത്യാസമില്ല എന്നാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഈ 2 സ്വരങ്ങൾക്ക് വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ പാടുന്നത്. ഈ സ ഷഡ്ജം, പ പഞ്ചമി, ഈ 2 സ്വരങ്ങൾക്ക് വ്യത്യാസമില്ല. രി ഋഷഭം, ശുദ്ധ ഋഷഭം, ചതുശ്രുതി ഋഷഭം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഋഷഭങ്ങളുണ്ട്. ഗ അന്തര ഗാന്ധാരം, സാധാരണ ഗാന്ധാരം, മ ശുദ്ധ മധ്യമം, പ്രതിമധ്യമം എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് രാഗങ്ങൾ മാറുന്നത്. ഇവിടെ മായാമാളവ ഗൗള രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണ് ഞാനിവിടെ പാടുന്നത്. ഇതാണ് സപ്തസ്വരത്തിലെ ഈ മായാമാളവ ഗൗള രാഗമാണ് പുരന്ദരദാസർ ആദ്യമായി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സപ്തസ്വരം പാടുന്നതെന്ന് നോക്കാം. സ രി ഗ മ പ ധ नी सा
രേ സ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞത് എന്താണ് ആധാര സ്വരങ്ങൾ എങ്ങനെയാണ് പാടുന്നതെന്നും സപ്തസ്വരം എന്താണെന്നും സപ്തസ്വരങ്ങളുടെ ക്രമങ്ങൾ ആരോഹണ ക്രമം അവരോഹണ ക്രമം അതെന്താണെന്നും അതെങ്ങനെ പാടുന്നുവെന്നും ഉള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ സപ്തസ്വരങ്ങൾ നമ്മൾ എങ്ങനെ താളത്തിൽ പാടുന്നുവെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ തിരുത്തുന്നതായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.